ഓ ഇവിടെയൊക്കെ നല്ല സ്ഥലമുണ്ട് കേട്ടോ അമ്മേ. പൊന്നെ ഇവിടെ വൃത്തിയാക്കി എന്തോരം സ്ഥലം കിട്ടുമെന്ന് അറിയോ? ദേ ഇങ്ങോട്ട് വന്നേ. ദേ അവിടെ ഉണ്ട്. എന്റെ താഴെയൊക്കെ നല്ല സ്ഥലമുണ്ട് അമ്മേ. ഈ വിറകൊക്കെ ഇല്ലേ ഒരു സൈഡിലോട്ട് അങ്ങ് ഒതുക്കുവാണെങ്കിൽ നമുക്ക് നല്ല സ്ഥലം കിട്ടും. എന്റെ പൊന്നു പെണ്ണെ മുറി ഇരുന്ന് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് നീ എന്തോന്നാണ് കാര്യമായിട്ട് പറ. ഒതുക്ക് എന്തോന്നാ? അമ്മേ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് വിറക് ശേഖരണത്തിന് ധനസഹായം കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ അത് നമുക്ക് അനുവദിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിറകെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് അടുക്കി വെച്ചിട്ട് ഇതൊരു ബിസിനസ് ആക്കാം. അയ്യോ ഈ ഉത്തരവും കഴിക്കോലും ഒക്കെ നല്ല സാധനങ്ങളാണ്. ഇതൊന്നും ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റാനൊന്നും പറ്റത്തില്ല. ഇതല്ല, ഇത് പൊളിക്കാനല്ല. നമ്മുടെ പറമ്പിൽ കുറെ പാഴ്മരം നിപ്പില്ലേ, അതൊക്കെ ആരെങ്കിലും കൊണ്ട് വെട്ടിച്ച് കീറി ഇതിന്റെ അകത്തോട്ട് ഉണക്കി അടുക്കി കഴിഞ്ഞാൽ കെട്ടുവിറകിന് ഇപ്പോഴേ 1 കിലോയ്ക്ക് 60 രൂപയുണ്ട്. അവിടെ ആ ഗേറ്റിന്റെ അവിടെ ഒരു വിറക് വിൽക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടൊരു ബോർഡും വെച്ച് കഴിഞ്ഞാൽ എന്തോരം ആളുകൾ വരുമെന്നറിയോ? ഈ ഗ്യാസിന്റെ ഇപ്പോഴത്തെ വില എത്രയാന്ന് നമുക്കറിയാലോ. ഇതാകുമ്പോൾ നമ്മൾ ആരും ഒന്നും ചെയ്യണ്ട. നമ്മളില്ലെങ്കിലും റൊണാൾഡോ അച്ചാച്ചൻ ഇവിടെ ഉണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിറക് റൊണാൾഡോ അച്ചാച്ചൻ തൂക്കി കൊടുത്തു. നീ ഒരു കാര്യം ചെയ്തു തങ്കത്തിന്റെ അടുത്ത് പറ ആ കാര്യം. ചേച്ചിക്ക് കിട്ടത്തില്ല. അതിന് ക്ലീറ്റോ ചേട്ടന് ഭാര്യയുടെ പേരിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞത്. എനിക്കാണെങ്കിലേ കിട്ടത്തുള്ളൂ. ചേച്ചിനെയും കൂടെ ഇതിൽ നിർത്താം, പക്ഷെ ചേച്ചിയുടെ പേര് വെക്കാൻ പറ്റില്ല. എന്റെ പേരിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ വിചാരിച്ച കനകന്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്. അത് അമ്മ പറയണോ? അതിനാ ഞാൻ വിളിച്ചോണ്ട് വന്നത്. എനിക്ക് പേടിയാ. അല്ലടേ പിന്നെ ഇത് ആർക്കും ഒന്നും പോണ കേസല്ലോ. ഇത് കുറെ പറമ്പിൽ പോത് പിടിച്ചിരിക്കുന്ന മരങ്ങളുണ്ട്. അത് വെട്ടി കീറി ഇതിൻ്റെ അകത്തോട്ട് അടുക്കണം, പൈസ കിട്ടുകയും ചെയ്യും. അതൊക്കെ ശരി തന്നെ. പക്ഷെ ക്ലീറ്റോടെ ഇടപാടായത് കൊണ്ട് കനകം സമ്മതിക്കണം. അമ്മ ഒന്ന് പറയണം. എനിക്ക് വയ്യ പോനെ. ഞാൻ പറഞ്ഞോളാം, അമ്മ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. എന്തിനു വെറുതെ പൈസ കളയുന്നത്? ഇതിനകത്തെങ്ങനെ കണ്ടാൽ മതിയാ. ഇല്ല, നോട്ടീസ് എല്ലാം ഉണ്ട്. ബച്ചബി, ഞാൻ ഇവിടെ ആ കൊണ്ടുവന്ന കവറിനകത്തെല്ലാം നോക്കി ഇതിനകത്ത് ഇല്ലത്. നീ തമാശ കളിക്കരുത്. ഇത് ജനങ്ങളിൽ നിന്ന് കാശ് പിരിച്ചതിന്റെ റെസീറ്റ് കുറ്റിയാണ്. ആ കൗണ്ടർ പോയിൽ നോക്കിയാലേ ഇനി എത്ര പൈസ കിട്ടാണ്ട് ആരൊക്കെ തന്നെന്നുള്ളതെല്ലാം അറിയാൻ പറ്റുള്ളൂ. എനിക്ക് വന്ന് എന്റെ ഈ തന്നതിനകത്ത് അൻസാർക്ക് രസീത് ഊറ്റി വെച്ചിട്ടില്ല. കാര്യം ആ കവറിലുള്ള ബാക്കി ബുക്കുകളെല്ലാം ഇവിടെ ഉണ്ട്. അൻസാർ പ്രത്യേകം പറഞ്ഞു നിന്റെ കയ്യിൽ തന്നു, നീ അത് അവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കാന്നും പറഞ്ഞു എന്നാ പറഞ്ഞത്. അച്ചപ്പി, ഞാൻ കൊണ്ടുവച്ചത് അതേപോലെ ഉണ്ട്. അത് മാത്രമില്ല, ഇനിയിപ്പം പുതിയ തവണ അടിച്ചു കൊടുത്താൽ മതിയോ? അവിടെ വട്ടത്തരം പറയലടാ. നീ നിന്റെ പിള്ളകളിയല്ലേ ഇത്. ഇത് പോലീസ് കേസാവും. കേസായി കഴിഞ്ഞാൽ ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കും. നീ മര്യാദക്ക് നോക്കിയെടുത്തോ. നോക്കാം, നോക്കിട്ട് വിളിക്കാം. പെട്ടെന്ന് നോക്ക്. ഇതിനി ആര്? റോസ്മേരിയോ? അവള് സൊസൈറ്റി അടയ്ക്കാൻ പൈസക്ക് വിളിച്ചോണ്ടിരിക്കുക. നല്ല ഒന്നാന്തരം അയിലേടാ നീ മേടിച്ചിട്ട് വന്നത്. നല്ല ഒന്നാന്തരം അയില. ഇച്ചിരി വർക്കേം കൂടി ചെയ്യാല്ലേ? നീ ഒരു കാര്യം ചെയ്യോ, ആ താഴത്തെ കൊടിന്ന് ഇച്ചിരി ഇതെടുത്തോണ്ട് വരുമോ? കരിവേപ്പില. ഒന്ന് പോവാ, ഇവിടെ മനസ്സ് തൽപരാന്തിരിക്കും. എടാ ഞാൻ വന്നിട്ട് നോക്കി തരാടാ. നീ അത് പോയി എടുത്തിട്ട് വേടാ റൊണാൾഡേ. ചുമ്മാ അല്ലെങ്കിൽ തിന്നാന് പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. അയ്യേ മീനല്ലേ അവൻ. ഇടർക്ക എഴുന്നേറ്റ് പോടാ ഇറക്ക. വല്ല നല്ലുവിന്റെ സയ്യുവിന്റെ അടുത്തോ അല്ലെങ്കിൽ തക്കുവിന്റെ അടുത്തോ കാണിക്കും. വലിയ സഹതാപം ഉണ്ടാക്കാൻ നടക്കുന്നവൻ. എന്റെ പൊന്നോ, ഇത് എന്തിനു കൊള്ളാം ഈ പിച്ചാത്തി. എന്തൊക്കെയാണ് എന്റെ പുതിയ പരിപാടികൾ? ഡാൻസ് ക്ലാസ്സിന് പോകണില്ലേ? ഇന്നില്ലല്ലോ ക്ലാസ്. അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടെ നിൽക്കണ്ടേ? ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ച് അതിനോട് ആത്മാർത്ഥമായിട്ട് നിൽക്കണം. എന്താണ് എന്റെ ഉദ്ദേശം? അമ്മ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞ അമ്മ അമ്മ പറഞ്ഞു. ആര് ചോദിക്കണം എന്താണ് ഇങ്ങനെ പരിപാടികളൊക്കെ? നല്ലതല്ലേ ഏട്ടാ? എന്താണ് നല്ലതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
ക്ലീറ്റോ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ മറ്റേ പഞ്ചായത്തിന് ഇതിൽ വിറക് ശേഖരണത്തിന് ധനസഹായം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മിക്ക വീടുകളിലും ഇങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്ക്, ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാർക്കും ചായ്പില്ല. ഈ വിറക് ശേഖരിച്ച് വെക്കാൻ എല്ലാവർക്കും കുറച്ച് സ്ഥലങ്ങളൊക്കെ അല്ലേ ഉള്ളു. അപ്പൊ നമുക്കാകുമ്പോഴത്തേക്ക് ഇത്രയും സ്ഥലവും ഉണ്ട്, ഒരു ചായ്പ അവിടെ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ അതില് വെറുതെ പട്ടിയൊക്കെ കയറി അങ്ങനെ നടക്കല്ലേ, കുറെ വിറക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നു, അല്ല പാമ്പും കയറി ഇരുന്നാൽ പോലും അറിയത്തില്ല. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ എന്നോട് പറഞ്ഞ് ആരെങ്കിലും ഒരാളെ നിർത്തിയിട്ട് അത് മൊത്തം വൃത്തിയാക്കി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ പറമ്പിലൊക്കെ കുറെ മരങ്ങളൊക്കെ നിപ്പുണ്ടല്ലോ, പാഴ്മരങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ആരെങ്കിലും കൊണ്ട് വെട്ടിക്കീറിയിട്ട് ഉണക്കിച്ചിട്ട് അങ്ങോട്ടെങ്കിലും അടുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബിസിനസ് ആക്കാമല്ലോ എന്ന് പറഞ്ഞ്. ഇപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഒരു ബിസിനസ് ഇപ്പൊ ആർക്കും അറിയത്തില്ലെങ്കിലും അവിടെ നമുക്കൊരു ബോർഡ് വെക്കാന്ന് പറഞ്ഞു. പിന്നെ അവിടെ കാണുന്നവരോടൊക്കെ ക്ലീറ്റോ ചേട്ടനും എല്ലാവരും പറഞ്ഞ് അതങ്ങ് ഇതായിക്കോളുമല്ലോ, സ്പ്രെഡ് ആയിക്കോളുമല്ലോ. സംഭവമൊക്കെ കൊള്ളാൻ നല്ല തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇവിടെ ഈ പാഴ്മരങ്ങളുണ്ടോ ഇവിടെ തന്നെ പറമ്പിലില്ലേ? പറമ്പില് മറ്റേ ആ കശുമാവും മറ്റേ ഒരു എന്താണ് പ്ലാവാ, അതൊക്കെ പിന്നെ പോത് വന്നിരിക്കുമല്ലേ ഏട്ടാ. അതൊക്കെ വെറുതെ നിന്ന് ഉണങ്ങി പോത്തുള്ളൂ. അതിൽ നല്ല നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമല്ലോ. പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളാം. പിന്നെ ഇവന്റെ ഐഡിയ ആയിട്ടുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞ കണക്ക് ആദ്യം ക്ലീറ്റോ ചേട്ടൻ, ഞാൻ പറയട്ടെ ഏട്ടാ, ക്ലീറ്റോ ചേട്ടൻ അതിന് ഒന്നും ചെയ്യുന്നില്ല. അത് നമുക്ക് അനുവദിച്ച് തരുന്നേ ഉള്ളൂ. ക്ലീറ്റോ ചേട്ടന് വേണമെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഒരു കുഞ്ഞു ചായപ്പ്, ഇവിടെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ചേച്ചിയുടെ പേരിലോട്ട് അനുവദിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അത് സ്വന്തം ഭാര്യയുടെ പേരിൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കെന്നുള്ള രീതിയിൽ പറഞ്ഞത്. സംഭവം കൊള്ളാം. 60 രൂപയും കണ്ടുണ്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പൊ ആദ്യ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് അവിടെ ഇവിടെയും കണ്ടതും കടിയതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കെട്ടിപ്പറക്കി വെച്ച് കൊടുക്കും. ശരി, കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ മരമില്ലാതാകുമ്പോൾ നല്ല മരങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ നിന്റെ ആളാണ് അവൻ. അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. അവന് യാതൊരു ബോധവും കൊക്കണോ ഇല്ലാത്തവനാണ് അവൻ. ഞാൻ പറയട്ടെ ഏട്ടാ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചെയ്തു നോക്കേണ്ട കുഴപ്പമില്ല, ആത്മാർത്ഥ പറ്റും. നമ്മൾ ഏത് കാര്യം ചെയ്താലും അന്തസ്സായിട്ട് അഭിമാനത്തോടെ ചെയ്താൽ ഒരു കുഴപ്പമില്ല. കാരണം ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എത്രയോ പേര് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല, എനിക്കതിനകത്ത് ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരു ഗുണം വരുന്ന കാര്യമല്ലേ. വെച്ചിട്ട് തരാം. ഇവൻ എഴുന്നേറ്റ് പോയില്ലേ റൊണാൾഡേ? എടാ എടാ റൊണാൾഡേ, എന്റെ ഈശ്വരാ, എന്താ പറ്റി റൊണാൾഡേ? വെള്ളം റൊണാൾഡേ, റൊണാൾഡേ, അയ്യോ റൊണാൾഡേ, കനക, അയ്യോ കനക, എടാ ലില്ലി, എന്താ ഒന്ന് വന്നേ, അയ്യോ എടാ എടാ റൊണാൾഡേ, എന്താ ചേച്ചി വന്നേ റൊണാൾഡേ, റൊണാൾഡേ, എനിക്ക് അറിഞ്ഞൂടാ. അച്ഛാ കയ്യും കാലൊക്കെ തളർന്നിരിക്കുന്നവന്റെ. ഞാനും ചെയ്തിട്ടില്ല. അങ്ങനൊന്നും ചെയ്തില്ല ഞാനേ. തന്നല്ലേ തോന്നുന്നു. റൊണാൾഡേ സംസാരമുണ്ട്. എന്ത് കാര്യത്തിനാണ് ദൈവമേ തലക്കെട്ടടിക്കാൻ തോന്നി. ചേച്ചി വിളിച്ചാരെങ്കിലും? വിളിച്ചിട്ട് എടുക്കണില്ല. ഞാൻ ഏട്ടനെ വിളിക്കുമ്പോൾ ഏട്ടൻ കട്ട് ചെയ്ത് കളയുന്നു. എന്താന്നൊരു പിടിയും കിട്ടുന്നില്ല. കയ്യും കാലും മറക്കണം. നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയാലോ? എനിക്ക് പേടിയാ, ഞാൻ വരുന്നില്ല. ഇത് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ പേപ്പറിലെടുക്കാൻ പറയണ്ടായിരുന്നു. ചേച്ചി എന്താ ശരിക്കും എന്താണോ എനിക്ക് മനസ്സിലാവണില്ല. എന്താ ശരിക്കും സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. മീൻകറി വെച്ചോണ്ടിരിക്കുവായിരുന്നില്ല. അപ്പൊ ഇച്ചിരി വേപ്പില എടുത്തിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അവനവിടെ എന്തോ തെരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ വേപ്പില എടുക്കാൻ വേണ്ടി പോയ പിന്നെ ചേച്ചി തിരിച്ചു വരുമ്പോ കാണുന്ന വീണ് കിടക്കും. ഒച്ച കേട്ടപ്പോ ഒച്ച കേട്ടില്ല. ഞാൻ തിരിച്ചു വരുമ്പോ അവൻ വീണ് കിടക്കുന്നു.
ദൈവമേ എന്ത് പറ്റിയ നിങ്ങൾ തലയടിച്ച അവിടെ വല്ല എന്തെങ്കിലും പറ്റിയതാണോ? ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇനി ഞാനെങ്ങാനും വഴക്ക് പറയുന്നല്ല ടെൻഷനിൽ അങ്ങനെ അല്ല ചേച്ചി ഇതിന് മുമ്പ് എന്തുമാത്രം പറഞ്ഞേക്കുന്നു. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പോലത്തെ അത്രയും ചീത്ത പറഞ്ഞിട്ടില്ലേ? അപ്പോഴൊന്നും വീണിട്ടില്ലല്ലോ. അയ്യോ എന്താ പറ്റി? അറിഞ്ഞ സംഭവം അറിഞ്ഞാണല്ലേ വീണ്ടും എന്തിനാ ഇപ്പൊ വിളിക്കണത്? എടുക്കണ്ട എന്ത് പറയാനാ? എടുക്കണ്ട. എടുത്തില്ലെങ്കിൽ അവരോട് എന്താ അറിയിച്ചില്ല എന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒന്നും കാട് കയറി ചിന്തിക്കല്ലേ, ഒന്നും വ്യക്തമൊന്നുമില്ല. എന്തായാലും ഏട്ടൻ വിളിച്ചിട്ട് എന്താ അവിടുത്തെ കാര്യം എന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വിളിച്ച് പറയാം. നമുക്കും കൂടെ പോയാൽ മതിയായിരുന്നു. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉരുകണ്ടായിരുന്നു, കിടപ്പുണ്ടായിരുന്നു ചേച്ചി. പിടിച്ചിട്ടൊന്നും കേൾക്കുന്നില്ലായിരുന്നു. എന്റെ കൈ എന്താ കൈ എന്താ വല്ലയിടത്ത് ഇടിച്ചാ? അല്ല വലിച്ചു പൊക്കിയ സമയത്ത് എവിടെയെങ്കിലും ഇടിച്ചാന്ന്? ഞാൻ പോട്ടെ ചേച്ചി, പയ്യ ദൈവം. എന്താ ടെൻഷൻ അടിക്കണ്ട ചേച്ചി, ഒന്നും വരുത്തൊന്നുമില്ല. മാധവനും എഴുതി നിർന്നിട്ടുണ്ട്. എന്താ? ഞാൻ നിന്റെ കൂടെ വരാം. വാ, ഇവിടെ ഇരിക്കണ്ട, വെറുതെ കാര്യം കൂവി ഇവിടെ ഇരിക്കും. ഈ ഡോർ അടച്ചേക്കാം, എൻ്റെ കൂടെ വല്ലതും കയറിയ. തങ്കം, അവന്റെ കിടപ്പ് കണ്ടിട്ട് സൈലന്റ് അറ്റാക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റാക്ക് അല്ലമ്മ. പിന്നെ അത് അങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ അറിയാടി? നീ ഡാക്ടറാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അന്ന് ആ ജാനമ്മയുടെ കാര്യം ഓർമ്മയുണ്ടാ? യഷറിയിരുന്ന അവൾ ഇതുപോലെ തന്നെ വീണത്. അത് സൈലന്റ് അറ്റാക്ക് അല്ലായിരുന്ന? ആശുപത്രി കൊണ്ടുപോയി അങ്ങ് എത്താൻ പറ്റിയ? ഒരു കാര്യം ചെയ്യും മക്കള്, അവന്റെ വീട്ടിൽ വിളിച്ച് വിവരം ഒന്ന് പറ. വേണ്ട ഏട്ടൻ വന്നിട്ട് എന്താന്ന് വെച്ചാൽ പറയാം. ഇപ്പൊ വിളിച്ചിട്ട് എന്ത് പറയാനോ? എനിക്കും അങ്ങനെ തന്നെ ചേച്ചി തോന്നണത്. കാരണം ഇറച്ചി മീനൊക്കെ എന്തോരാ കഴിക്കണത്. ഒരു എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ചെയ്യത്തില്ല. ബ്ലോക്ക് ഒക്കെ കാണുമായിരിക്കും. അറ്റാക്ക് അല്ല. ആ ചേച്ചിക്ക് എങ്ങനെ അറിയാം? അത് ഈ എന്തോന്ന് വീട്ടില് മീൻ മേടിച്ചില്ലേ, അയില മേടിച്ചില്ലായിരുന്നോ? അപ്പൊ ഞാൻ നല്ല അയിലയാടാ, നമുക്കിത് കുറച്ച് വറുക്കാന്ന് പറഞ്ഞിട്ട് അല്ലേ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് പാൻ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോയപ്പോ ഇവൻ അവിടെ ഇരിക്കുന്ന. ഞാൻ പറഞ്ഞിടാ നമുക്ക് ഇച്ചിരി കരിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ആ പാനിന് കുറച്ച് കനമുള്ളതായിരുന്നു. എന്നിട്ട് ആ പാൻ എന്ത് ചെയ്ത് ചേച്ചി? കാര്യം പറ കൊച്ചാ, വിഷമിപ്പിക്കാതെ. പാൻ ഞാൻ അവിടെ വെച്ച് പാനവിടെ വെച്ചിട്ട് ഞാൻ പോയി. എന്നിട്ട് ഞാൻ കേട്ടില്ല അവൻ വീഴുന്നത്. അതാണാ അത്? അത് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരാള് വീണിട്ട് ചേച്ചി കേട്ടില്ലേ? അവിടെ അല്ലേ പോയത്? നീ ഒരു കാര്യം ചെയ്യ, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ എടുത്തിട്ട് വരുമോ? കൈയും കാലും വിറച്ചിട്ട് അമ്മയ്ക്ക് വേണോ? അമ്മയ്ക്ക് വേണോ? ഇപ്പൊ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആശുപത്രിയിലോട്ടല്ലേ പോയിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറ. ഞാനേ എനിക്കൊരു സമാധാനവും കിട്ടണില്ല പറയാഞ്ഞിട്ട്. ഇപ്പൊ കാര്യം പറ, അപ്പൊ സമാധാനം കിട്ടുമല്ല. എന്തോന്നാണ്? ഈ നിർത്തിക്കോട്ടെ, മതി. കുഴപ്പമൊന്നുമില്ല. ക്ഷീണമുണ്ട്. എന്താ പറഞ്ഞ്? കുഴപ്പമൊന്നുമില്ല, BP കൂടിപ്പോയി അമ്മ. BP കൂടിയതാ, കുഴപ്പമൊന്നുമില്ലടി. ആണോ? ചേച്ചി വെള്ളം, ചേച്ചി വെള്ളം വേണോ? വെള്ളം വേണോ? വേണോ? ഇച്ചിരി കുടിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമില്ല ഉണ്ട്. എല്ലാം കുറച്ച് കൂടുതലാ. ഷുഗർ, BP, കൊളസ്ട്രോൾ എല്ലാം കൂടുതലാണ്. വാരി വലിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. വറുത്തതും കരിച്ചതും പൊരിച്ചതും കൊടുക്കണ്ട, ഇറച്ചിയൊന്നും കൊടുക്കാൻ പാടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് കൺട്രോൾഡ് ആവട്ടെ. ഒന്നെ പേടിപ്പിച്ച് കളഞ്ഞാലോ ഞങ്ങളാ. തല സ്കാൻ ചെയ്തോ? എന്ത് തല? പ്രഷർ കൂടിയെന്ന് പറഞ്ഞില്ലേടി?
ഇവൻ മറിഞ്ഞല്ലേ വീണ അപ്പൊ തല അവിടെ എങ്ങനെ തല ഇടിച്ചിട്ടുണ്ട്. അവര് മൊത്തത്തിൽ നോക്കി ആ. പ്രഷർ കൂടിയാണെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും വേറെ അങ്ങനെ അവിടെ കുഴപ്പമൊന്നും ചെന്നപ്പോ തന്നെ ബോധം തെളിഞ്ഞ. ഇവിടുന്ന് ചെറിയ അനക്കം ഉണ്ടായിരുന്നല്ലോ. എന്താ അങ്ങനെ പ്രഷർ കൂടണം? അതെന്തെങ്കിലും ടെൻഷനുള്ള കാര്യങ്ങൾ കേൾക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോ ബി പി ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്യും. വഴക്ക് പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ചേച്ചി. അതിനോളൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്ത്. വഴക്ക് പറഞ്ഞു. കിടക്കട്ടെ, അയ്യോ, തല വരുത്തിരിക്കുക. ക്ലീറ്റോ ചേട്ടൻ വന്നില്ലേ അവിടെ? അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? അപ്പൊ അറിഞ്ഞില്ലേ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാ? ഞങ്ങളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു. അപ്പൊ അറിഞ്ഞതല്ലേ കാര്യം. അതൊന്നും കുഴപ്പമില്ലടി, ഇതിപ്പോ ചെറിയൊരു കാര്യല്ലേ. റോസ്മേരി വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഞങ്ങളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം. അതിനിടയിൽ പിന്നെ ഫോൺ എടുത്ത് പറയാൻ പറ്റുമോ? എന്നാലും ഒരു പ്രാവശ്യം പറയണ്ടേ, ഞങ്ങൾ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുവല്ലേ. പേടിച്ചു പോയടാ സത്യത്തിൽ. സാരല്ലമ്മ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്തം വിട്ടുപോയില്ലേ. ചായ വല്ല ഇട്ട് കൊടുക്കും. കുഴപ്പമൊന്നുമില്ലമ്മ. എന്റെ പൊന്നോ, സമാധാനം. അമ്മ പോക്കോ. അമ്മ അവിടെ റെസ്റ്റ് എടുത്തോ, കുറച്ച് റെസ്റ്റ് എടുത്തോ അമ്മ. കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. പാവ എല്ലാരും പേടിച്ചു. സത്യം പറഞ്ഞ ഞാനങ്ങ് പേടിച്ചു. ഈ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിന് വഴക്കൊക്കെ പറയുമെങ്കിലേ ഈ നിന്ന് അവൻ നമ്മുടെ ഒരാളായി പോയില്ലേ. പിന്നെ എന്തടി അവൻ വേറെ വല്ലതും നിന്നോട് പറഞ്ഞോ? എന്ത് പറയാ? അല്ല, അവനെങ്ങനെയാ വീണതെന്നോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാനത് അങ്ങനെ ചോദിച്ചതുമില്ല, അവൻ ഇങ്ങോട്ട് പറഞ്ഞതല്ല. ബി പി ഷൂട്ടപ്പായെന്ന് അവിടെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ബി പി കയറുമ്പോ അതിന് മുമ്പ് നടന്ന കാര്യം നമുക്ക് ഒരു ഓർമ്മ കാണൂല. നിന്നെ പിന്നെ അങ്ങ് വിടൂലേ. അതിപ്പോ ആർക്കും സംഭവിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാൻ നല്ല തന്നെ. ഇല്ല പിന്നെ ഇന്നിപ്പോ നമ്മളുള്ളതുകൊണ്ട് കാര്യം നടന്നില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു ആലോചിച്ചോക്ക്. ഈ സമയത്ത് ഞാൻ ഇല്ലായിരുന്നുള്ള അവസ്ഥ ആലോചിച്ചോക്ക്. അവനും ഇല്ല. ഇല്ലേ? അങ്ങനെ എഴുതി ഉറങ്ങിയില്ലായിരുന്നാ? അയ്യോ, എങ്ങനെയുണ്ട്? തല ഇങ്ങനെ പെരുത്തിരിക്കുക. ബി പി അമ്മാതിരി കൂടിയെന്നാ ഡോക്ടർ പറഞ്ഞു. ബി പി കൂടിയത് ഞാൻ കാരണമാണെന്ന് തോന്നണേ. എന്ത്? ഞാൻ അന്നേരത്തെ ദേഷ്യത്തിനാ നിന്റെ തലക്കിട്ട്. തള്ള കുട്ടിയെ പിള്ളക്ക് കേട് വരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ആ പാൻ ഞാണിങ്ങ പേടിച്ചു പോയടാ. അയ്യോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ ഗുളിക കൊണ്ട് കുറെ കഴിക്കും. ആരോടും പറയണ്ട. ഫോണിൽ ആരൊക്കെ വിളിച്ച്? ഹോസ്പിറ്റലിൽ 12 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് വിളിച്ചോ? ഒന്നും പറഞ്ഞില്ലല്ലോ. സംസാരിക്കും. വേണ്ട, പിന്നെ വിളിച്ചോളാം. കട്ടങ്ങാ പിന്നിൽ എടുത്ത് തരട്ടെ? ഒന്നും വേണ്ട. എന്തെങ്കിലും കഴിക്കാടാ, ഞാൻ എടുത്തിട്ട് വരാം. ക്ലീറ്റമച്ചമ്പി കഥാവിന് അത് കേസായി കാണും. ഹലോ, റൊണാൾഡോ, റെസിപ്റ്റ് കിട്ടിയടാ. അതവിടെ പാർട്ടി ഓഫീസിലെ അലമാരയുടെ മേളിൽ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ ടെൻഷൻ അടുപ്പിച്ചല്ലേ. സോറിടാ, സോറി. ഓക്കെ. Aliens